ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. 103 സങ്കീർത്തനം 5 തിരുവചനം. നിന്റെ യൗവനം കഴുകൻ്റേതുപോലെ നവീകരിക്കപ്പെടാൻ വേണ്ടി നിന്റെ ജീവിതകാലം എത്രയും നിന്നെ സംതൃപ്തനാക്കുന്നു. മിശിഹായിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് 103 സങ്കീർത്തനം 5 തിരുവചനത്തിലൂടെ നമ്മോട് സംസാരിക്കുകയാണ്. നിന്റെ യൗവനം കഴുകൻ്റേതുപോലെ നവീകരിക്കപ്പെടാൻ വേണ്ടി നിന്റെ ജീവിതകാലം എത്രയും നിന്നെ സംതൃപ്തനാക്കുമെന്ന് അവിടുന്ന് നമുക്ക് വാഗ്ദാനം ചെയ്യുന്നു. ഇന്ന് പല വ്യക്തികളും യൗവനത്തിൽ കഴിയുന്ന പല യുവാക്കളും പല മേഖലകളിലും തകർന്ന് മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും പിന്നാലെ പോയി നശിച്ച് നാശത്തിൻ്റെ മേഖലകളിലേക്ക് പോകുമ്പോൾ, ശാരീരികമായി മാനസികമായി തകർന്നു പോകുമ്പോൾ, ദൈവമായ കർത്താവ് പറയുകയാണ്, അവിടുന്ന് വാഗ്ദാനം ചെയ്യുകയാണ്, നിന്റെ യൗവനം കഴുകൻ്റേതുപോലെ നവീകരിക്കപ്പെടാൻ വേണ്ടി നിന്റെ ജീവിതകാലം എത്രയും നിന്നെ സംതൃപ്തനാക്കുമെന്ന്. സഹോദരങ്ങളെ, ദൈവത്തിന് മുമ്പിലേക്ക് തിരിഞ്ഞ് ആ കർത്താവിൻ്റെ അനുഗ്രഹത്തിനായി കരം നീട്ടുമ്പോൾ ആ കരങ്ങളിലൂടെ ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകിയെത്തും. നമ്മുടെ ജീവിതത്തിൽ നശിച്ചു പോയവ, തകർന്നു പോയവ, നാശത്തിൻ്റെ മേഖലകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന മേഖലകളെ അവിടുന്ന് നവീകരിക്കപ്പെടുക മാത്രമല്ല, ജീവിതകാലം മുഴുവനും സംതൃപ്തി നൽകിക്കൊണ്ട് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമെന്ന് അവിടുന്ന് വാഗ്ദാനം ചെയ്യുന്നു. നമുക്ക് ഈ കർത്താവിൻ്റെ വചനത്തിൽ നമുക്ക് വിശ്വസിക്കാം. വിശ്വാസത്തിലൂടെ ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് സ്വന്തമാക്കാം. നിന്റെ യൗവനം കഴുകൻ്റേതുപോലെ നവീകരിക്കപ്പെടാൻ വേണ്ടി നിന്റെ ജീവിതകാലം എത്രയും നിന്നെ സംതൃപ്തനാക്കുമെന്ന ആ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.